നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പണ്ട് മുതലേ ഉള്ളൊരു ചൊല്ലാണ് സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ. ലീവ് എടുക്കുന്ന വെറുതെ ഒന്നുമല്ല, ലീവ് എടുത്തൊന്ന് ഉറങ്ങാൻ എന്ന്. അതുപോലെ തന്നെയാണ് നിയമസഭയിൽ ഒരു MLA-യോ മന്ത്രിയോ ഒക്കെ ആയിട്ട് വേണം ഒന്ന് നിയമസഭയിലെ തണുപ്പ് കൊണ്ട് അവിടെ ഇരുന്നൊന്ന് ഉറങ്ങാൻ. പലരും ഇത് പറയുന്നുണ്ട്. എന്നാൽ ആ പറച്ചിലൊക്കെ സത്യമാകുന്ന സാഹചര്യമാണ് പിന്നീട് പല നിയമസഭാ സമ്മേളനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. നിയമസഭാ സമ്മേളനങ്ങളിൽ ഈ ഉച്ചതിരിഞ്ഞുള്ള സെക്ഷനുകളിൽ പല മന്ത്രിമാരും MLA-മാരും അതുപോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങളും ഒക്കെ തന്നെ ഇരുന്നുറങ്ങുന്നത് സാധാരണ കാഴ്ചയാണ്. എന്നാൽ രാവിലെ മുതൽ തന്നെ ഉറക്കമാണ് സ്ഥിരമെങ്കിലോ എന്തായിരിക്കും സംഭവിക്കുക? ഇന്നും നിയമസഭയിൽ നടന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിയമസഭ തത്സമയ സംരക്ഷണവുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് താഴെ കമന്റ് ഇടാനുള്ള സ്പേസുമുണ്ട്. പറഞ്ഞു വരുന്നത് MM മണിയെക്കുറിച്ചും KT ജലീലിനെ കുറിച്ചുമാണ്. ശനിയും ഞായറും ദിവസത്തെ അവധി കഴിഞ്ഞ രാവിലെ മുതൽ തന്നെ സഭ ആരംഭിച്ചപ്പോൾ തുടങ്ങിയതാണ് ഉറങ്ങാൻ. പ്രത്യേകിച്ച് സഭയിൽ വന്നിട്ട് മറ്റ് പണികളൊന്നും ഇല്ലാതിരുന്ന ഈ രണ്ട് MLA-മാരും ഉറക്കത്തോട് ഉറക്കം തന്നെയാണ്. സഭയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ കേരളത്തിലെ ജലവിഭവ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ട്. കേരളത്തിലെ ഈ പഞ്ചായത്തുകളുടെ റോഡുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളായിരുന്നു പ്രധാന ചർച്ച വലിയ രീതിയിൽ കത്തിക്കയറുന്ന സാഹചര്യത്തിലാണ് റോഷി അഗസ്റ്റിന്റെ പിന്നിലായി 4ാം നിരയിലും അതുപോലെ തന്നെ 3ാം നിരയിലുമായി ഇരിക്കുന്ന MM മണിയും KT ജലീലും ഉറക്കത്തോട് ഉറക്കം തന്നെയാണ്. സഭാ അംഗങ്ങൾക്ക് ഇത് കൃത്യമായി കാണാമെങ്കിലും ക്യാമറ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കാൻ കഴിയില്ല. കാരണം റോഷി അഗസ്റ്റിൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്പീക്കർക്ക് വ്യക്തമായി തന്നെ ഇവർ രണ്ടുപേരും ഉറങ്ങുന്നത് കാണാം. പക്ഷേ മൈക്ക് വഴി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാകുമെന്ന് ഓർത്തു മാത്രം ഷംസീർ അത് വിളിച്ചു പറയുന്നുമില്ല. എന്തായാലും ശിവൻകുട്ടി അടക്കമുള്ളവർ കാണുന്നുണ്ട് പുറകിൽ മണിയാശാൻ ഇരുന്ന് ഉറങ്ങുന്നത്. അതങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന സജി ചെറിയാനും ഉറക്കം വരുന്നുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ഒന്ന് കാണാം. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുവിഷയമായി കണ്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സഹകരണമാണ് നമുക്ക് ആവശ്യം എന്നുള്ള കാര്യത്തിൽ ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ. ഇവിടെ സൂചിപ്പിച്ചോ, ഈ പണി ആരംഭിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അവർക്കറിയാം സ്ഥലം എടുക്കുന്നൊരു പ്രധാന വിഷയമല്ലേ. കേരളത്തിൽ എത്രയോ ആയിരക്കണക്കിന് തുണ്ട് ഭൂമി എടുക്കേണ്ടി വന്നു. ആയിരക്കണക്കിന് തുണ്ട് ഭൂമി സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നു, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നു. വിവിധ തലങ്ങളിൽ അക്യുണ്ടാവുമെന്ന് ശ്രദ്ധിക്കുവാണ്. പരമ്പരാഗതമായിട്ടുള്ള ഈ സിസ്റ്റത്തിൽ നിന്ന് മാറി റവന്യൂ വർദ്ധിപ്പിക്കാൻ കഴിയത്തക്ക വരുമാന മാർഗം രൂപപ്പെടുത്താവോ എന്നുള്ള നിലയിലും കൂടി പ്രകൃതിയുടെ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിൽ ടൂറിസം സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്ന് കണ്ടെത്തി അതിനുള്ള ക്രമീകരണത്തിലേക്ക് പോകണം എന്നുള്ള ഒരു പ്ലാനും കൂടി ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ റോഡുകളെക്കുറിച്ച് സൂചിപ്പിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലെടുത്ത് നോക്കിയാൽ റോഡുകളുടെ പ്രശ്നമുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ബന്ധപ്പെട്ട പ്രശ്നം അതാണ്. ഞാൻ ജലീലുമായി ബന്ധപ്പെട്ട് 2-3 റിവ്യൂ നടത്തി. MLA-മാരെല്ലാം എല്ലാ ജില്ലകളിലും പങ്കെടുത്തു. എല്ലാവർക്കും ഇതിനാവശ്യമായ കത്തുകൾ അയച്ചു. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിനെനിക്ക് മറുപടി അയച്ചു ഞാൻ ഓർക്കുന്നു. ഇതൊക്കെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ വന്ന മീറ്റിംഗിൽ പങ്കെടുത്ത് ഞാൻ ഓർക്കുന്നു. അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉത്തരവാദിത്വപൂർവ്വം ഇത് നിറവേറ്റുക. ഏതാക്ഷേപം ഉണ്ടെങ്കിലും MLA പറയുന്നൊരു ആക്ഷേപവും പരിഗണിക്കാതിരുന്നിട്ടില്ല. അവിടെ അതിനാവശ്യമായ നടപടിക്ക് ഒരു നോഡൽ ഓഫീസറായിട്ട് ആളെ ചുമതലപ്പെടുത്തി. 200 കിലോമീറ്റർ ദൂരമാണ് PWD NH നമുക്ക് പൈപ്പ് ലൈൻ ഇടേണ്ട സ്ഥലം. അതിൽ ഇതിനോടകമായി തന്നെ നമ്മൾ ഗവൺമെൻറ്റുമായി ജല മിഷനുമായി നമ്മൾ ബന്ധപ്പെട്ട് ഏതാണ്ട് 1420 കോടി രൂപ നമ്മളിതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചു. ഇത് ആ റീച്ച് കൊടുക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്താ ഓൺഗോയിങ് കോൺട്രാക്ട് ലിസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. രണ്ടാമതൊരു ഘട്ടം എന്താണെന്നത്, ചില പഞ്ചായത്ത് തന്നെ മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ ചെയ്യാൻ പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്താൽ ആ ഫണ്ട് റീഫണ്ട് ചെയ്യുന്നതിനുള്ള പഞ്ചായത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഘട്ടത്തിലെ ഈ പറയുന്ന 4, 5, 6 അല്ല, ആദ്യ ഘട്ടത്തിലെ റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ആ തുക ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ച് പറഞ്ഞത്, ശരി പഞ്ചായത്ത് ചെയ്യുക, ആ തുക അങ്ങോട്ടേക്ക് മാറ്റിത്തരാം. അതാ പറഞ്ഞത്, അല്ല ചെയ്തിരുന്നില്ല. ഒരു കാര്യമാണ് പ്രതിഷേധമിട്ട് പിന്നെ 51,000 കിലോമീറ്റർ. ഞാൻ പറഞ്ഞ ഇത്രയും വർക്ക് ഒരുമിച്ച് നടക്കുന്നൊരു സ്റ്റേറ്റിൽ 51,000 കിലോമീറ്റർ തീർന്നു എന്ന് പറയുന്നത് തീരാനുണ്ട്, ഇല്ലെന്ന് നിഷേധിക്കുകയല്ല. കുടിശ്ശിക അതും തെറ്റിദ്ധാരണജനകമായി പറയരുത്. 44,000% ഞാൻ പറഞ്ഞ കണക്കല്ല. ഒരു സിംഗിൾ വർക്ക് ഒരു 1000 കോടി രൂപയുടെ വർക്ക് എടുത്തിരിക്കുന്ന ഒരു കോൺട്രാക്ടർ എന്ന് വിചാരിക്കുക, ഒരു 3.25 കോടി രൂപയുടെ ബില്ല് കുടിശ്ശിക വന്നു എന്ന നിലയിൽ ആ വർക്ക് നിർത്തിയാൽ നമ്മുടെ സംസ്ഥാനത്ത് എന്തൊരു പ്രതിസന്ധി നേരിടുന്നത്?
അതേ Yes, yes, please, 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 അതെല്ലാം MLA-മാരും നോക്കണം. Yes, please, please, please. പണത്തെക്കുറിച്ചല്ല പറഞ്ഞത്. Yes. സാറേ